പുതിയ നിയമങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി പോയിരിക്കുന്നതാണ്. ക്രിമിനൽ നിയമങ്ങൾക്ക് പകരം കൊണ്ടുവന്ന 3 നിയമങ്ങൾക്കെതിരെ അഭിഭാഷകൻ വിശാൽ തിവാരി ഹർജി സമർപ്പിച്ചിരിക്കുന്നു. ജിൽബി, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു? കാവ്യ, നമുക്കറിയാവുന്നതുപോലെ പാർലമെന്റില് പ്രതിപക്ഷത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷ എംപിമാരെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ക്രിമിനൽ നിയമങ്ങൾ, അതായത് IPC, CRPC എന്നിവയ്ക്കെതിരായ പുതിയ നിയമങ്ങളൊക്കെ ഇപ്പോൾ പാർലമെന്റിൽ കേന്ദ്രം പാസാക്കിയത്. അതായത് പ്രധാനമായിട്ടും ഈ പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത് ആവശ്യമായ ചർച്ചകളില്ലാതെയാണ് പാർലമെന്റിൽ ഇത് സംബന്ധിച്ച ബില്ലുകൾ പാസാക്കിയെന്നുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് വിശാൽ തിവാരി പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. പുതിയ നിയമങ്ങളിൽ പിഴവുകളും പൊരുത്തക്കേടുകളും ഉണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിന് പിന്നാലെ ഉയർന്നു വന്നിരുന്നു. കാരണം പൂർണ്ണമായിട്ടും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു, ചർച്ചകൾ ഒന്നും ഈ നിയമം പാസാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ പാർലമെന്റിന് പുറത്ത് അവർ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. കാരണം വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നിയമങ്ങളാണ് ഇപ്പോൾ കേന്ദ്രം പാസാക്കിയിരിക്കുന്നത് എന്ന് വലിയ രീതിയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഭാരതീയ ന്യായ സംഹിത, ക്രിമിനൽ നടപടി ചട്ടത്തിന് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷി നിയമം എന്നിവയാണ് പാർലമെന്റ് പാസാക്കിയത്. ഈ പാർലമെന്റ് പാസാക്കിയ ബില്ലുകളിൽ ഡിസംബർ 25-നായിരുന്നു രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഇതോടെ ഈ നിയമം പാസ്സാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനെതിരെ ഇത് വലിയ രീതിയിലുള്ള പിഴവുകൾ ഈ നിയമത്തിലുണ്ട്, അതിനാൽ തന്നെ പൊരുത്തക്കേടുകളുമുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ അഭിഭാഷകൻ വിശാൽ തിവാരി ഹർജി നൽകിയിരിക്കുന്നത്. ആവശ്യമില്ലാതെ ചർച്ചകളില്ലാതെയുമാണ് നിയമങ്ങൾ പാസാക്കിയതെന്ന് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. കാവ്യ.